തൂക്കിയടി വീരൻ IPL-ൽ ഇന്നലെ പുതിയൊരു തൂക്കിയടി വീരൻ അവതരിച്ചു മക്കളെ. ലക്നൗ സൂപ്പർ ജയൻസിന്റെ 21-കാരനായ മുകുൾ ചൗധരി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. ഇന്നലെ അടിയോടടി പൊടിയേരിക്കഞ്ഞി. LSG KKR തമ്മിൽ ഇന്നലെ നടന്ന മത്സരം വളരെ ത്രില്ലിംഗ് ആയ അവസാന ബോൾ വരെ ആവേശം നിർത്തിയ ഒരു മാച്ചാണ്. ആ മാച്ചിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബാറ്റ് തുടങ്ങിയപ്പോൾ 182 റണ്ണാണ് LSGക്ക് ജയിക്കാൻ വേണ്ടത്. പക്ഷേ പകുതി ആയപ്പോഴേക്കും ഏകദേശം 5-6 വിക്കറ്റോളം കൂടാരത്തിലേക്ക് കയറിപ്പോയി. അങ്ങനെ KKR അനായാസം ആ ഒരു മത്സരം വിജയിച്ച് കയറുമെന്ന നിമിഷം തോന്നിപ്പിച്ച നിമിഷത്തിൽ തൊട്ടാണ് ഈ പറയപ്പെടുന്ന മുകുൾ ചൗധരി എന്ന് പറഞ്ഞ തൂക്കിയടി വീരന്റെ അടിയോടടി തുടങ്ങുന്നത്. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് ആണ്. സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ എന്നൊക്കെ പറയത്തില്ലേ, നിന്നങ്ങ് തൂക്കുക, കിട്ടുന്നിടത്ത് വെച്ച് കാച്ചുക. അതാണ് ഇന്നലെ അവൻ ചെയ്തത്. അങ്ങനെ അടിക്കേണ്ടടുത്ത് അടിച്ചും തടയേണ്ടടുത്ത് തടഞ്ഞും ഓടേണ്ടടുത്ത് ഓടിയും സ്ട്രൈക്ക് റൊട്ടേഷൻ, പവർ സ്ട്രൈക്ക് എന്ന് വേണ്ട ഹെലികോപ്റ്റർ ഷോട്ട് വരെ ഇന്നലെ മുകുൾ ചൗധരിയുടെ ബാറ്റിൽ നിന്നും ഉണ്ടായി. അങ്ങനെ അവസാന ഓവറിൽ LSGക്ക് ജയിക്കാനായിട്ട് 6 ബോളിൽ 14 റൺ. നല്ല തൂക്കിയടി ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്ന മുകുൾ ചൗധരിക്ക് ഈസി ആയിട്ട് 3 ബോളിൽ തീർക്കാവുന്ന കളിയാണ്. പക്ഷേ പുള്ളിക്കാരൻ നോൺ സ്ട്രൈക്ക് സെന്ററിൽ പെട്ടുപോയിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഫസ്റ്റ് ബോളിൽ തന്നെ ഒരു സിംഗിൾ ഇട്ട് ആവേശ് നമ്മുടെ മുകുൾ ചൗധരിക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ബോളിൽ തന്നെ മറ്റൊരു തൂക്കിയടി ലെഗ് സൈഡിലേക്ക് ഒരു പടുകൂറ്റൻ 6. അങ്ങനെ സ്കോർ 4 ബോളിൽ ജയിക്കാൻ വെറും 7 റൺ എന്ന നിലയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത 2 ബോളുകൾ ഡോട്ട് ബോൾ ആകുക. അത്ര നേരം വളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഹെലികോപ്റ്ററും തൂക്കിയടിയൊക്കെ നടത്തിയ നമ്മുടെ മുകുൾ ചൗധരിക്ക് ആ അടുത്ത 2 ബോൾ ബാറ്റിൽ തൊടാനേ സാധിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഈശ്വര, ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഇൻ ഗെയിം പ്രഷർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കരമാണ്. കാരണം ലാസ്റ്റ് ഓവറാണ്, എല്ലാ പ്രതീക്ഷകളും തന്നിലേക്ക് വരുന്നു, സോ എല്ലാ കണ്ണുകളും വരുന്നു. അതുപോലെ തന്നെ പ്രഷറും നമ്മുടെ മുകുൾ ചൗധരിക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ അത്ര നേരം സ്റ്റാൻഡ് ചെയ്ത് ഡെലിവർ ചെയ്ത് നിന്ന് തൂക്കിക്കൊണ്ടിരുന്ന മുകുൾ ചൗധരി തിരിഞ്ഞും മറിഞ്ഞ് റിവേഴ്സൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നപ്പോൾ ഞാൻ തന്നെ ഈശ്വര, എന്തിനാടാ നീ ഇങ്ങനെ കാണിക്കുന്നത്? നിനക്കൊരു പവറുണ്ട്, നീ ഇത്ര നേരം നിന്ന് തൂക്കി, അതുപോലെ തൂക്കിയാൽ പോരാടാ, കഴിവില്ലാത്തനാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതും ഇൻഷാ അല്ലാ അടുത്ത ബോളിൽ നിന്നൊരു തൂക്കാണ്. അത് ഓഫ് സൈഡിൽ നല്ല റീച്ച് പോയിട്ട് നല്ല പവറോടെ, ഭയങ്കര പാടാ കവറിന് മുകളിലൂടെ ഒരു ഷോട്ട് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഒന്നാമത് നല്ല റീച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പവർ കുറച്ച് അവിടെ പോകേണ്ടി വരും. പക്ഷേ നല്ല പവറിൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു മുകളിൽ. അത് കിടിലമായിട്ട് കവറിന് മുകളിലൂടെ ഒരു അടിപൊളി 6. പക്ഷെ അന്നേരം സത്യം പറയാലോ, എൻ്റെ മനസ്സിൽ ഒരു സൂപ്പർ ഓവറിനുള്ള ചാൻസ് ഞാൻ അവിടെ കണ്ടു. കാരണം വേറെ ഒന്നുമല്ല, മുകുൾ ചൗധരി എന്ന് പറയുന്നത് IPL എക്സ്പീരിയൻസ് കുറവാണ്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മാച്ചാണ്, 2ാമതാണ് പുള്ളിക്കാരൻ ബാറ്റ് ചെയ്യുന്നത്. സോ എക്സ്പീരിയൻസ്ഡ് അല്ല പുള്ളിക്കാരൻ. പക്ഷേ എന്നാലും പുള്ളിയുടെ IQ നമ്മൾ സമ്മതിക്കണം. അത്ര നേരം സ്ട്രൈക്ക് റൊട്ടേഷൻ ആണെങ്കിലും ബോൾ സ്ട്രൈക്കിംഗ് ആണെങ്കിലും വെറുതെ അങ്ങ് ചാമ്പോ അല്ല, എല്ലാം കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പുള്ളിക്കാരൻ കളിച്ചത്. പക്ഷേ ലാസ്റ്റ് ബോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്ലോ ബൗൺസർ വരികയാണ്, മുകുൾ ചൗധരിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കീപ്പറുടെ കൈ പോകുന്നു. പക്ഷേ ആവേശ് ഖാൻ ആ സമയത്ത് നല്ല ആവേശത്തോടെ ഓടി വരുന്നുണ്ട്. പിന്നെ കീപ്പറുടെ ഒരു മിസ്റ്റേക്ക്, പുള്ളിക്കാരന് നമ്മുടെ കഴിഞ്ഞ ദിവസം ബട്ട്ലർ എറിഞ്ഞ് സ്റ്റമ്പിൽ കൊള്ളിച്ചതുപോലെ കൊള്ളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഫേമസ് വിക്ടറി LSGക്ക് ഇന്നലെ KKRമായിട്ട് കിട്ടിയതിനോടൊപ്പം തന്നെ പുതിയൊരു 6 ഹിറ്റിംഗ് മിഷൻ